എല്ലാം സെറ്റ് അല്ലേ? സെറ്റ് ആണല്ലോ. പേജ് നമ്പർ 24 ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ഫോർത്താണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് ഏതാണ്? എന്താണ് വായിക്കുക? വായിക്കൂ. സതസിബു അതന്നെയല്ലേ അല്ലേ? സതസിബു അലൽ അനമി ഫഫ്തറസ വാഹിദതൻ വഫറ ഹാരിബൻ. ഓക്കെ, കണ്ടല്ലോ. അങ്ങനെ പറയുമ്പോ നോക്കൂ, ഞാൻ മീനിങ് പറഞ്ഞുതരാം. നിങ്ങൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം. മീനിങ് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം കേട്ടോ. സതസിബു എന്ന് പറഞ്ഞാൽ ചെന്നായ. സ്വത്ത പറഞ്ഞാൽ ആക്രമിച്ചു, ചെന്നായ ആക്രമിച്ചു. അലൽ അനമി, അലൽ അനമി പറഞ്ഞാൽ ആടുകളുടെ മേൽ. അല പറയുമ്പോൾ മേൽ. അപ്പൊ എന്താ? ഷീപ്പ്. അനമി ആട്. അപ്പൊ നിങ്ങൾ ഞാൻ പറയുമ്പോ തന്നെ ഫെയില് മാലി ഏതാ, മുലാരി ഏതാ, അമ്ര ഏതാന്നൊക്കെ നോക്കൂട്ടോ. ഓക്കെ, അതാണല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചെയ്തത്. അങ്ങനെ തന്നെയാണല്ലോ ചെയ്തത്. ഫഫ്തറസ വാഹിദത്തൻ. ഫഫ്തറസ പറഞ്ഞാൽ വേട്ടയാടി പിടിച്ചു. വാഹിദത്തൻ ഒന്നിനെ. ഫഫ്തറസ എന്നിട്ട് ഒന്നിനെ വേട്ടയാടി പിടിച്ചു. വഫറ ഹാരിബൻ അത് ഓടിപ്പോവുകയും ചെയ്തു. അതായത് ചെന്നായ ആടുകളെ വേട്ടയാടി പിടിക്കുകയും എന്നിട്ട് അതിനെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു എന്നാണ് മീനിങ് മലയാളത്തിൽ വരിക. ഇനി നിങ്ങൾ പറയൂ, അതിൽ പാസ്റ്റ് മാലി ഏതാ, മുലാരി ഏതാ, അമ്ര ഏതാന്നൊക്കെ പറയൂ. ഏതാണ്? സത്വ പറഞ്ഞ എന്താ? സത്വ ആക്രമിച്ചു എന്നാണ് അല്ലേ? ആ, അത് മാലിയാണോ മുലാരിയാണോ അമ്രാണോ? പറയൂ. മറന്നുപോയൊക്കെ? ആക്രമിച്ചു എന്ന് പറയുമ്പോ അത് മാലിയാണോ മുലാരിയാണോ അമ്രാണോ? മാലിയാണ്. അതെ അതെ അതെ, മാലിയാണ്. ഓക്കെ, നെക്സ്റ്റ്. അടുത്തത് ഏതാണ്? സത്ത കഴിഞ്ഞു. അടുത്തത് ഇഫ്തറസ. ഇഫ്തറസ മാന ആക്രമിച്ചു അല്ല. ഇഫ്തറസ പറഞ്ഞാല് വേട്ടയാടുക, വേട്ടയാടി. ഇഫ്തറസമാന വേട്ടയാടി എന്നാണ്. അപ്പൊ അത് മാലിയാണോ മുലാരിയാണോ? വേട്ടയാടി എന്നാണ്. വേട്ടയാടി, വേട്ടയാടുന്നല്ല. മാലിയാണ്, പാസ്റ്റ് ആണല്ലോ. ഓക്കെ, ദെൻ അടുത്തത് ഏതായിരിക്കാം? ഞാൻ മീനിങ് പറയുമ്പോ തന്നെ നിങ്ങൾ കണ്ടെത്തണം. ഫറ. ഫറമാന എന്താ? ഫറ എന്ന് പറഞ്ഞാല് ഫറ ഓടിപ്പോവുക, ഓടിപ്പോവുക, ഓടിപ്പോയി എന്ന് പറയുമ്പോൾ അത് മാലിയാണോ മുലാരിയാണോ? മാലിയാണ് അല്ലെ? ഓക്കെ, ഇതില് മുലാരി ഉണ്ടോ അമറുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഇതിൽ മാലി മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ, ഇനി അതുപോലെ ഞാൻ നെക്സ്റ്റും പറയാം. അത് നിങ്ങൾ മീനിങ് കേൾക്കുമ്പോ തന്നെ അതിന്റെ മാലിയും മുലാരിയും വേറെ പറയണേ. ഓക്കെ, ഇത് ഞാൻ അങ്ങനെ പറഞ്ഞോണ്ട് കാര്യമില്ല, നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ. നെക്സ്റ്റ് വായിച്ചു നോക്കൂ. അടുത്തത് എന്താണ്? അദ്ഖുലിൽ ബുസ്താന വമത്തി നഫ്സക ബിമൻളിരിഹി വലാ തഅബത് ബിഅസ്ഹാരിഹി വസിമാരിഹി. അദ്ഖുലിൽ ബുസ്താൻ, നീ അദ്ഖുലി, നീ തോട്ടത്തിൽ പ്രവേശിക്കരുത്, നീ തോട്ടത്തിൽ പ്രവേശിക്കരുത്. വമത്തി നഫ്സക, നീ സ്വയം ആസ്വദിക്കുക. വമത്തി നഫ്സക, വമത്തി ആസ്വദിക്കുക. നഫ്സക പറയുമ്പോ നമ്മൾ പറയില്ലേ സെൽഫ് എന്ന് പറയല്ലോ. ഓക്കെ, നീ സ്വയം. വിത്ത് എൻ്റർ ദ ഗാർഡൻ ആൻഡ് എൻജോയ് യുവർ സെൽഫ്. ഓക്കെ, ബി മൻളിരിഹി, എന്നിട്ട് എന്ത് ചെയ്യുക? അതിന്റെ ഭംഗി എന്ത് ചെയ്യുക? ബി മൻളിരിഹി, അതിന്റെ ഭംഗി എന്ത് ചെയ്യുക? ആസ്വദിക്കാനാ പറയുന്നത്. അതിന്റെ ഭംഗി ആസ്വദിക്കാനാ പറയുന്നത്. വലാ തഅബത്ത്, നീ കളിക്കരുത്, അല്ലെങ്കിൽ നീ നശിപ്പിക്കരുത്. വലാ തഅബത്ത്, നീ നശിപ്പിക്കരുത്. ബി അസ്ഹാരിഹി വസിമാരിഹി. അസ്ഹാർ
അതിന്റെ പൂക്കളെയും വസിമാറിഹി അതിലെ ഫ്രൂട്ട്സും അതിന്റെ പഴങ്ങളും. ഓക്കെ, നീ എന്ത് ചെയ്യാ, തോട്ടത്തിൽ പ്രവേശിക്കുക, എൻ്റർ ദ ഗാർഡൻ ആൻഡ് എൻജോയ് ഇറ്റ്സ് വ്യൂ ആൻഡ് ഡു നോട്ട് മിസ് ദ ഇറ്റ്സ് ഫ്ലവർ ആൻഡ് ഫ്ലവർ ആൻഡ് ഫ്രൂട്ട്സ്. ഓക്കെ, പറയൂ ഇതില് ഏതൊക്കെ എങ്ങനെയൊക്കെ? എങ്ങനെ വരിക? അറബി വേർഡ്സ് ഒന്ന് പറയോ? ഇതില് മാലി ഉണ്ടോ? മാലി ഇല്ല. ഇല്ല. കാരണം ഇതിലെന്താ പറയുന്നത്, നീ തോട്ടത്തിൽ പ്രവേശിക്കുക എന്ന് പറയുമ്പോ ഇവിടെ ഉദുഹുൽ, ഉദുഹുൽ എന്നുള്ളത് എന്താണ് ഇതില്? ഉദുഹുൽ, ഫ്യൂച്ചർ. ഉദുഹുൽ കമാൻഡ് ആണല്ലോ, അമ്രല്ലേ അല്ലേ? നീ പ്രവേശിക്കുക എന്നാണല്ലോ പറയുന്നത്. ശ്രദ്ധിച്ചോ? ഉദുഹുൽ, നീ പ്രവേശിക്കുക. ഓക്കെ, അത് അമ്രാണ്. മനസ്സിലായോ? ഉദുഹുൽ എന്ന് പറയുമ്പോ നീ പ്രവേശിക്കുക എന്നാണ്. അത് മുലാരി ആവുമോ? അല്ല, മുലാരി ആവുമ്പോ അത് എങ്ങനെയാ വരിക? യദുഹുലു, അദുഹുലു, നദുഹുലു അങ്ങനെയല്ലേ വരിക? തദുഹുലു, യദുഹുലു എന്നൊക്കെ അല്ലേ വരിക? നമ്മള് മുലാരിന്റെ 4 വേർഡ്സ് പഠിച്ചിട്ടുണ്ട്. ആദ്യം വരുന്ന വേർഡ്സ് ആ, നീ, യ, തി എന്ന് പറയുന്നത്. അതിലേതെങ്കിലും ഒന്നാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഉദുഹുൽ അല്ലെ, അദുഹുൽ എന്നാണ്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, മുലാരി അമ്രില് എപ്പോഴും ആ ഒരു വേർഡ്സിന് ലാസ്റ്റ് എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്തായിരിക്കും? സുക്കൂനായിരിക്കും അല്ലേ? അപ്പൊ ഇവിടെ ഏതാണ് അമ്ര? ഏതാണ്? ഉദുഹുൽ എന്നാണ് അല്ലെ? അദുഹുൽ, അദുഹുൽ എന്നല്ലേ? ഓക്കെ, ബാക്കിയുള്ളത് കണ്ടെത്തൂ. ഇനി ഏതൊക്കെയാണ് വരിക? പറയുന്നവര് എന്ത് ചെയ്യാ? മൈക്ക് ഓൺ ആക്കിക്കോളൂ കേട്ടോ. പറയുന്നവർ മൈക്ക് ഓൺ ആക്കിക്കോളൂ. വേറെ ഏതൊക്കെയുള്ളത്? മത്തിയ കണ്ടോ? മത്തിയ പറഞ്ഞ നീ ആസ്വദിക്കുക അല്ലെ? അതിൽ ലാസ്റ്റ് എന്താ വന്നിട്ടുള്ളതെന്ന് കണ്ടോ? ലാസ്റ്റ് എന്താ വന്നിട്ടുള്ളത്? അതെ, സുക്കൂന് വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ മാലിയാണോ, മുല്ലാരിയാണോ, അമ്രാണോ? അമ്ര. ഓക്കെ, നെക്സ്റ്റ് അതേപോലത്തെ ഇനി എന്തെങ്കിലും അമ്ര അതിലുണ്ടോ? ഉണ്ടോ? ഇനി അമ്ര ഉണ്ടോ അതില്? ഇല്ല, ഇല്ലല്ലോ. ഒരു സംശയം തോന്നും, വലാത്ത അഅബത്ത് എന്ന് തോന്നും. നീ കളിക്കരുത് എന്നുണ്ട്. അത് അമ്രാവോ? ഇല്ല. എന്തുകൊണ്ടാണ്? അത് എന്തുകൊണ്ടാണ് അമ്രാവാത്തത്? അതെ, താ ഏതിന്റെ ഏതാണ്? ഏതിന്റെ? മുലാരിന്റെ ആണ് അല്ലെ? മുലാരിന്റെ താ ആണ് അവിടെ വന്നിട്ടുള്ളത്. മാത്രമല്ല വലാ താഴ്പത്ത് നമ്മൾ കേൾക്കുമ്പോ നമുക്ക് തോന്നുന്നത് അത് അമ്രാണല്ലോ, നീ കളിക്കരുത് എന്നുള്ള മീനിങ് ആണല്ലോ. അവിടെ നീ കളിക്കരുത് എന്ന് വരാൻ കാരണം എന്തുകൊണ്ടാണ്? ലാ വന്നത് കൊണ്ടാണ് അവിടെ ആ ഒരു സ്റ്റൈൽ അവിടെ വന്നത്. സാധാരണ നമ്മൾ ഒരൊറ്റ വേർഡ്സിലാണ് ഇപ്പൊ ഉദുഹുൽ എന്നൊക്കെ പറയുമ്പോ ആ ഒരൊറ്റ ഇതിൽ നീ കയറരുത് എന്നുള്ള ഒരൊറ്റ വേർഡ്സിൽ തന്നെ ഫുള്ള് വന്നു. ഇവിടെ ലാ എന്നുള്ള അക്ഷരം വന്നത് കൊണ്ടാണ് ആ അമ്രിന്റെ ആ സ്റ്റൈൽ അവിടെ വന്നത്. അപ്പൊ അത് അമ്രല്ല കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണേ. അത് അമ്രല്ല. ലാ ഉദുഹുൽ എന്ന് പറയുമ്പോ അവിടെ അമ്രല്ല വരിക. ലാ വന്നത് കൊണ്ടാണ് ആ ഒരു സ്റ്റൈലിലേക്ക് വന്നത്. ഉദുഹുൽ അമ്ര എന്ന് പറയുമ്പോ ഒരൊറ്റ വേർഡ്സിൽ പ്രവേശിക്കരുത്, ഉദുഹുൽ കയറരുത്. ഓക്കെ, അങ്ങനെ വരും. ശ്രദ്ധിക്കൂ കേട്ടോ. പെട്ടെന്ന് നമുക്ക് കണ്ടാൽ തോന്നും അത് അമ്രാണല്ലോ എന്ന്. അത് അമ്രല്ല, ലാ വന്നത് കൊണ്ടാണ്. അത് കണ്ടോ? ലാ വന്നത് കൊണ്ടാണ് ലാ തഅബത്ത് എന്ന് കണ്ടോ? ആ സുക്കൂൻ അവിടെ വരാൻ കാരണം അവിടെ ലാ വന്നത് കൊണ്ടാണ്. ശ്രദ്ധിക്കണേ. അതല്ലെങ്കിൽ തഅബത്താന്നേ വരുള്ളൂ. ലാ വന്നിട്ടില്ലെങ്കിൽ തഅബത്താന്നേ വരുള്ളൂ. അവിടെ ലാ വന്നത് കൊണ്ടാണ് ആ തഅബത്ത് എന്നുള്ളൊരു സുക്കൂന് വന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? നെക്സ്റ്റ് അടുത്ത എന്താണ്? ലാ തുക്സിർ മിനൽ കലാമി വലാ തൻതിഖ് ബിമാ ലാ തഅലം. ലാ തുക്സിർ, ലാ തുക്സിർ എന്ന് പറഞ്ഞാൽ നീ
സംസാരിക്കരുത്. നീ കൂടുതലാകരുത്. എന്തിനെ? മിനൽ കലാം. കലാമാണ് സംസാരം. നീ കൂടുതൽ സംസാരിക്കരുത് എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, പേജ് നമ്പർ അറിയാലോ? ഏത് പേജ് നമ്പർ കിട്ടിയല്ലോ? എല്ലാവർക്കും പേജ് നമ്പർ കിട്ടിയിട്ടുണ്ടല്ലോ? 24. ഓക്കെ. നീ അധികരിപ്പിക്കരുത്. നീ സംസാരത്തെ അധികരിപ്പിക്കരുത്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? മിനൽ കലാമി, സംസാരത്തെ. വലാ തൻതിഖ്, നീ ഉച്ചരിക്കരുത്, നീ പറയരുത്. എന്ത് പറയരുത്? നുത്ഖ് തൻതിഖ് എന്ന് വെച്ചാൽ ചരണം എന്നാണ് മീനിങ് കേട്ടോ. വലാ തൻതിഖ്, നീ പറയരുത്, നീ ഉച്ചരിക്കരുത്. ബിമാലാ തഅലം, നിനക്കറിയാത്ത കാര്യങ്ങളെ. നീ ഒരുപാട് സംസാരിക്കരുത്, നിനക്കറിയാത്ത കാര്യങ്ങളെ പറയുകയും ചെയ്യരുത്. ഓക്കെ, ഇതില് മാലി എവിടെ, മുലാരി എവിടെ, അമ്ര എവിടെ? മാലി ഉണ്ടോ? അത് നോക്കൂ. മാലി ഉണ്ടോ? മാലി ഉണ്ടോ? മാലി ഇല്ല. ഓക്കെ, മുലാരി ഉണ്ടോ? തുക്സിർ. ഓക്കെ, നെക്സ്റ്റ്. തുക്സിർ, തൻഫിഖ്. തൻഫിഖ്. ഇനി ഉണ്ടോ? താഴലം. പറ്റും. താഴലം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയാത്ത കാര്യങ്ങൾ അല്ലെ? താഴലം. ആണല്ലോ ഫസ്റ്റ് വന്നത്, കണ്ടോ? മുലാരി അല്ലേ? താഴലം. ഓക്കെ, അമ്രുണ്ടോ? ഇല്ല. ഇവിടെ തഅലം എന്ന് വരാൻ കാരണം എന്താ? ലാ തുക്സിർ എന്ന് വരാൻ കാരണം എന്താ? തീർന്ന് നമ്മള് സാധാരണയായിട്ട് ലാസ്റ്റ് അമ്ര വന്നാലാണ് അമ്രിന്റെ ആ ഒരു വേർഡിൽ ലാസ്റ്റ് സുക്കൂന് വരും എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. നമുക്കൊരു ഡൗട്ട് വരും, ഇവിടെ എന്തുകൊണ്ടാണ് സുക്കൂന് വന്നത്? അതിന്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞു. എന്തുകൊണ്ടാണ് അവിടെ സുക്കൂന് വന്നത്? ഇവിടെ സുക്കൂന് വന്നത് കേട്ടോ. കാരണം മനസ്സിലാക്കി വെക്കണേ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഓക്കെ, നെക്സ്റ്റ്. അടുത്ത എന്താ? നീ നിന്റെ ഇരു കൈകളും കഴുകുക. നീ കഴുകുക, നിന്റെ ഇരു കൈകളും കഴുകുക. ഭക്ഷണത്തിന് മുൻപും, മുൻപും, ശേഷവും. ഭക്ഷണത്തിന് മുൻപും ശേഷവും നിന്റെ ഇരു കൈകളും കഴുകുക. നിന്റെ പല്ലുകൾ വൃത്തിയാക്കുക. നിന്റെ പല്ലുകൾ വൃത്തിയാക്കുക. നീ പ്രവേശിപ്പിക്കരുത്, നീ ഭക്ഷണത്തെ പ്രവേശിപ്പിക്കരുത്. ഭക്ഷണത്തിന്റെ മേൽ, അതായത് കൂടുതൽ ഭക്ഷണം കഴിക്കരുത് എന്നാണ്. ഭക്ഷണത്തിന്റെ മേൽ നീ ഭക്ഷണം കഴിക്കരുത്. പറയൂ. ഇതില് മാലി എവിടെ, മുലാരി എവിടെ, അമ്ര എവിടെ? ഓക്കെ, ല്ലേ? നീ വൃത്തിയാക്കുക. ക്ലീൻ. ഓക്കെ, ആണല്ലേ? അതെ മുലാരി ആണ് അല്ലേ? ഒരു ഡൗട്ട് വരും. അപ്പൊ എന്തുകൊണ്ടാണ് അവിടെ തുദ്ഹിൽ എന്ന് വരാൻ കാരണം എന്ന് വെച്ചാൽ അതിന് മുന്നേ എന്തായിരുന്നു? ലാ വന്നത് വണ്ണുകൊണ്ടാണ് ഇവിടെ തുദ്ഹിൽ എന്ന് വന്നത്. അപ്പൊ അത് മുലാരിയാണ്. ഓക്കെ, ഇനി ഉണ്ടോ? ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, നെക്സ്റ്റ്. ഇനി അടുത്ത ഏതാണ്? അതൊന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. 2 സെക്കൻഡില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വേഗം വായിച്ചു നോക്കൂ. സെക്കൻഡില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. لا قبل الاسم من الأسماء التي بعد فعلا ماضيا لائما. അതായത് താഴ്ന്നിട്ടുള്ള കുറച്ച് ഇസ്മുണ്ട്. ഹുസ്ന്, ദുജാജ്, അങ്ങനെ പറയുന്ന കുറച്ച് ഇസ്മുണ്ട്. ആ ഇസ്മിന്
ശേഷം ശേഷമോ ആ എന്ത് വരണം? എന്ത് വരണം? ഫിയല് മാലിയായി ഒരു മാളിയായിട്ടുള്ള ഒരു ഫിഇൽ വരണം. ഓക്കെ, അപ്പൊ അതെങ്ങനെ നോക്കി നോക്കൂ. ഞാൻ എന്ത് ചെയ്യാം, അതിന്റെ മലയാളം പറയാം. നിങ്ങൾ അതൊന്ന് ചെയ്യാൻ നോക്കുവോ? ട്രാൻസ്ലേഷൻ ചെയ്യാൻ നോക്കുക, അതല്ലേ ഏറ്റവും നല്ലത്. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ കിട്ടും. ഓക്കെ, ഇവിടെ ഏതാണ്? ഉറുസിനാണ്. ഉറുസിന് പറഞ്ഞ എന്താണ്? കൊമ്പാണ്. ഉറുസിന് കൊമ്പാണ്. ഞാൻ നിങ്ങളോട് പറയാണ്, കൊമ്പൊടിഞ്ഞു. കൊമ്പൊടിഞ്ഞു. ഒടിഞ്ഞു എന്നുള്ളതിന് എന്താ പറയാ? ഇൻകസറ. കസറ എന്നാണ്. അപ്പൊ ഉറുസിന് ഇൻകസറൽ. ഇൻകസറൽ ഉസ്മ. ഓക്കെ, ഇവിടെ ഔ ബഅദ ഫെയിൽ എന്നാണ്. ഖബലൽ കുല്ലി. അതായത് ബഅദ എന്ന് പറയുമ്പോ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ജുംല ഇസ്മിയ, ജുംല ഫെയിലിയ. അപ്പൊ ഇവിടെ നമ്മൾക്ക് എന്താ പറയുന്നത്? ഇസ്മിയ ആയിട്ടുള്ള ഫെയിലാണ് ആഡ് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇസ്മ കൊടുത്തിട്ട് ശേഷം എന്ത് ചെയ്യാം? ഫെയില് കൊടുക്കാം. അങ്ങനെ വരുമ്പോ എങ്ങനെയാ വരിക? അൽ ഉസ്നുൽ ഇൻകസറ. 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 ഓക്കെ, നെക്സ്റ്റ്. ആദ്യം വരും. അത് ഞാൻ പറഞ്ഞല്ലോ, ഫെയില് ഇസ്മിയ ഉണ്ട്, ജുംല ഇസ്മിയ ഉണ്ട്, ജുംല ഫെയിലിയ ഉണ്ട്. ജുംല ഇസ്മിയ എന്ന് വെച്ചാൽ ആദ്യം ഇസ്മ വരുന്ന ഫെയില്, ഇസ്മ വരുന്ന സെന്റൻസ്. ജുംല ഫെയിലിയ എന്ന് വെച്ചാൽ ആദ്യം ഫെയില് വരുന്ന സെന്റൻസ്. അങ്ങനെ രണ്ട് സെന്റൻസ് ഉണ്ട്. ഇതിലിപ്പോ ഇവര് പറഞ്ഞിട്ടുള്ള എന്താന്ന് വെച്ചാല് ഫെയില്, അതായത് ഇസ്മിന് ശേഷം ബഅദ ഫെയിൽ എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. കണ്ടോ, ഇസ്മിന് ശേഷമാണ് അവിടെ ഫെയില് ചോദിച്ചിരിക്കുന്നത്. വെച്ചു കൊടുത്താൽ മതി എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്. അസ്സുജാജ്. സുജാജ് മഅന ഗ്ലാസ്. ഞാൻ പറയാണ്, നിങ്ങളിപ്പോ പഠിച്ചതിനെ വെച്ച് നമുക്ക് പറയാം. ഗ്ലാസ് പൊട്ടിയെന്ന് എങ്ങനെ പറയാ? ഗ്ലാസ് പൊട്ടി, അല്ലെങ്കിൽ ഗ്ലാസ് ഉടഞ്ഞു. ഗ്ലാസ് ഒടിഞ്ഞു, പൊട്ടി എന്നൊക്കെ ഒരു മീനിങ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? കലമാണ് അല്ലേ? കലം എന്താ? കലം എന്ന് പറഞ്ഞാൽ പെന്നാണ് അല്ലേ? ഒന്ന് പറഞ്ഞു നോക്കൂ. അതിന് ശേഷം ഒരു തൊഴിലിട്ടിട്ട് പറഞ്ഞു നോക്കൂ. ബാഅ പറഞ്ഞെന്താ? ബാഅ വാങ്ങുക അല്ലേ? ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് പെന്ന് വാങ്ങി എന്ന് എങ്ങനെ പറയാ? പെന്ന് വാങ്ങി എന്ന് എങ്ങനെ പറയാ? പറയൂ. അൽ കലമു ബാഅ, അല്ലെങ്കിൽ ബാഅ കലമു, അങ്ങനെയും പറയാം. ഓക്കെ, നിങ്ങൾ പറയാൻ നോക്കട്ടെ, ഞാന് മീനിങ് കിട്ടാനാ. നിങ്ങളൊന്ന് പറയാം. പേന എഴുതി അൽ കലമ ഇൻ കതബ. കത്തബ എന്ന് പറയല്ലോ. കത്തബ എന്ന് മതിയല്ലോ. എഴുതി മാലിയല്ലേ? കത്തബൽ കലം അല്ലെങ്കിൽ കലമുൽ കത്തബ. ഇവിടെ ഇപ്പൊ ജസ്റ്റ് എന്താന്ന് വെച്ചാല് നമ്മളെ ഒരു മാലി ആയിട്ടുള്ള വേർഡ് നമുക്ക് കിട്ടണം എന്നാണ്. അത് ഏത് രീതിയിലൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു രീതിയിലാണ്. ഓക്കെ, നെക്സ്റ്റ്. അടുത്തത് ഷംസ് അല്ലെ? ഷംസ് ആണല്ലോ. ഷംസ്. സൂര്യൻ ഉദിച്ചു എന്ന് എങ്ങനെ പറയാ? സൂര്യൻ ഉദിച്ചു എന്ന് എങ്ങനെ പറയാ? ത്വലഅന് ഉദിക്കുക. ത്വലഅ. അശംസു
ത്വല ഷംസു എന്ന് പറയാം. ഇവിടെ ഇപ്പൊ നമ്മളോട് പറഞ്ഞ ഇതാണ് അല്ലേ? അപ്പൊ എന്താ ചെയ്യാ? ഷംസു ത്വല എന്ന് പറയാം. ഓക്കെ, ഷംസു ത്വല എന്ന് പറയാം. നെക്സ്റ്റ് അൽ ഖിതാർ. ഖിതാർ പറഞ്ഞ ഖിതാർ മാന തീവണ്ടി അല്ലേ? ട്രെയിന്. നല്ല ഓർമ്മയുണ്ട്, പക്ഷെ പെട്ടെന്ന് കിട്ടില്ല. ഓക്കെ, ട്രെയിൻ എത്തി എന്ന് എങ്ങനെ പറയാ? ട്രെയിൻ എത്തി. സംഭവം എന്ന് വെച്ചാൽ ഞാൻ മുളാരി ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മുളാരിയിൽ ഇതിൽ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് മാലിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാലോ അല്ലേ? തസ്വീലു തസ്വീലു അല്ലെങ്കിൽ യസ്വീലു അത് മാലിയിലേക്ക് കൊടുത്തു നോക്കൂ. അല്ല, വസ്വല വസ്വല എത്തിച്ചേരുക. ഓക്കെ, അപ്പൊ വസ്വലൽ ഖിത്താറു എന്ന് പറ്റും, അൽ ഖിത്താറു വസ്വല എന്നും പറ്റും. ഓക്കെ, നെക്സ്റ്റ് അൽ ബഹർ ആണല്ലോ അല്ലെ? ബഹറല്ലേ? നിങ്ങൾ പറഞ്ഞു നോക്കൂ. കടൽ റഫായി. യഹീജു യഹാജു യഹീജു എന്നാണ് പറയാ. അപ്പൊ എങ്ങനെ അത് മാളിയിലേക്ക് എത്തും? അൽ ബഹറു ഹാജ്. ഹായാട്ടോ, ഹാജ് എന്നാണ് വരിക. ഹാജ് എന്ന് വെച്ചാൽ ഹാജ. ഓക്കെ, അൽ ബഹ്റു ഹാജ. നെക്സ്റ്റ് അസമറു. സമറു എന്ന് വെച്ചാൽ ഫ്രൂട്ട്സ്. ഫ്രൂട്ട്സ് കഴിച്ചു എന്ന് എങ്ങനെ പറയാ? ഫ്രൂട്ട്സ് കഴിച്ചു. ഓക്കെ, അപ്പൊ അക്കല സമറു അല്ലെ? അസമറു അക്കല. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ? നെക്സ്റ്റ് മിസ്ബാഹ്. മിസ്ബാഹ് എന്താ അറിയാലോ? വിളക്ക് അല്ലെങ്കിൽ ലൈറ്റ്, ലാമ്പ്. ഓക്കെ, മിസ്ബാഹ്. പറയൂ. വിളക്ക് തെളിഞ്ഞു, വിളക്ക് കത്തി അല്ലെങ്കിൽ ലൈറ്റ് കത്തി, എങ്ങനെ പറയാം? അലാ യലീഉന്നാണ് അതിന്റെ മുളാരി വരിക. അപ്പൊ അലാ അൽ മിസ്ബാഹു അലാ. അതെ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. ഓക്കെ, ലോ ഖബലൽ ഇസ്മി മിനൽ അസ്മാഇൽ ആതിയത്തി ഔ ബഅദ ഫിഅലൻ മുളാരിഅൻ ലായിമ. അതായത് നമ്മൾ ഇത്ര നേരം എന്താ ചെയ്തിരുന്നത്? ഒരു ഇസ്മിന് ശേഷം മാളി ആയിട്ടുള്ള ഫിഅലാണ് ആഡ് ചെയ്തിരുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? മുളാരി ആയിട്ടുള്ള ഫിഅലാണ് ആഡ് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം.
ഫസ്റ്റ് എന്താ റീഹാണ് അല്ലെ? റീഹ് മഅന റീഹ് പറഞ്ഞ എന്താ? കാറ്റ് അല്ലെ? കാറ്റ്. കാറ്റ് വീശുന്നു. ഹബ്ബ എന്നാണ് വീശുക എന്നുള്ളതിന് പറയാ. ഹബ്ബ. അപ്പൊ കാറ്റ് വീശുന്നു എങ്ങനെ പറയാ? റീഹ് Yeah. റീഹ് മുസക്കറാണോ മുഅന്നസാണോ നോക്കണം. റീഹ് മുസക്കറാണോ മുഅന്നസാണോ? അതിനനുസരിച്ചിട്ട് വേണം താവും യാ ഒക്കെ ഇട്ട് കൊടുക്കാൻ. ശ്രദ്ധിക്കണേ. റീഹ് മുസക്കറാണോ മുഅന്നസാണോ? മുദക്കർ. മുഴക്കം. അല്ല, മുസക്കർ. മുഅന്നസാണ്. റീഹ് പറഞ്ഞാൽ കാറ്റ്. അത് അങ്ങനെ വന്നിട്ടുണ്ടാവാം. മുഅന്നസാണ്. അത് കുറച്ചുണ്ട്, പ്രകൃതിയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഷംസ് എന്താണ്? മുദക്കറാണ്. ബദർ മുഅന്നസാണ്. ഓക്കെ, അങ്ങനെ കുറച്ചുണ്ട്. പ്രകൃതിയിലെ കുറച്ച് കാര്യങ്ങൾ മുദക്കറും മുഅന്നസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. അത് ഞാൻ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടെ റീഹ് എന്നുള്ളത് കാറ്റാണ്. കാറ്റ് എന്താണ്? മുഅന്നസാണ്. അത്ര പഠിച്ചാൽ മതി. അപ്പൊ എന്താവും വരിക? ഹബ്ബ എന്നാണ്. ഹബ്ബ എന്ന് വരുമ്പോ തഹബ്ബു. അതെ അതെ അതെ, തഹബ്ബു റീഹു അല്ലെങ്കിൽ റീഹ തഹബ്ബു. ഓക്കെ, ഓഡബിൾ അല്ലേ? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്. ഓക്കെ മാമിന്റെ വീഡിയോ സ്റ്റെക്ക് ആയിട്ടാ കാണുന്നത് ചെക്കായി. അല്ലേ? ചെക്കായിട്ടുണ്ടോ? എന്റെ ഫോണേ വീഡിയോ നെറ്റ് സ്റ്റക്ക്. വോയിസ്
നീതു കേറിയോ ക്ലാസ്സില്? നീതു മിസ്സേ? ഹലോ ഡിയേഴ്സ്, മിസ്സിന് Yes, ഡാറ്റ കിട്ടുന്നില്ല എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എന്താ ചെയ്യണ്ടേ? നെറ്റ് കിട്ടില്ലെന്നല്ലാന്നോ? ഉം. നമ്മ പോസ്റ്റ് കൊണ്ട് ചെയ്യാം. ഒരു സെക്കൻഡ്. ആയില്ല അങ്ങോട്ട്. വെയിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ക്ലാസ് പോസ്റ്റ്പോൺ ചെയ്യണോ? എന്താ ചെയ്യണ്ടേ? മിസ് കയറിയിട്ടുണ്ട് കേട്ടോ. മിസ്സിന് കണക്ഷൻ പ്രോബ്ലം തന്നെയാണെന്നാ പറയുന്നത്. ഓഡബിൾ എന്നിട്ട് ആണോ? ലീവ്. ഹലോ, ആയിക്കോട്ടെ. ഓഡബിൾ ആണോ? ആ ഓക്കെ ഓക്കെ. അതെ, എന്താ ഒരു കണക്ഷൻ പ്രോബ്ലം ആണ്. പിന്നെ ഫോണിൽ നെറ്റ് കഴിയാനായിട്ടുണ്ടേ. ഓഡബിൾ ആണോ?
ഇപ്പൊ കേൾക്കുന്നുണ്ടോ? യെസ് മാം. ആ ഓക്കെ 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 ഓക്കെ. ലാസ്റ്റ് നമ്മൾ ഏതൊരു പറഞ്ഞു? റീഹ് അല്ലേ? റീഹ് കഴിഞ്ഞു. റീഹ് പറഞ്ഞോ? റീഹു തഹുബു എന്നാണ് വരിക കേട്ടോ. റീഹ് എന്താണ്? മുഅന്നസാണ്. അതുകൊണ്ട് റീഹു തഹുബു എന്നാണ് വരിക അല്ലേ? ആണല്ലോ. ഓക്കെ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയൂ. കേൾക്കുന്നുണ്ട് വോയിസ് മിസ്. ഓക്കെയാണ് മാം. കേൾക്കുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. നെക്സ്റ്റ് അൽ ഉബാർ. ഉബാർ എന്താ? പൊടിയാണ്. പൊടി. ഉബാർ മാന പൊടി. ആ ഉബാർ എന്ന് വെച്ചാൽ പൊടി. പൊടി പറക്കുന്നു എങ്ങനെ പറയാ? പൊടി പറക്കുന്നു. അൽ ഉബാറു എത്തത്വായറു. ഓക്കെ. അൽ ഉബാറു എത്തത്വായറു എന്നാണ് പറയാ. ഓക്കെ, മനസ്സിലായല്ലോ? മനസ്സിലാകുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ടല്ലോ? ഓഡബിൾ അല്ലേ? ഓക്കെ, പറയട്ടെ, അടുത്തത് പറയട്ടെ. പറഞ്ഞോളൂ മിസ്. ആ ഓക്കെ. അൽ ഹിലാൽ. ഹിലാൽ എന്ന് വെച്ചാൽ ചന്ദ്രകല അല്ലെ? ഹിലാൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, മൂണ് എന്നാണല്ലോ. മൂണ് എന്ന് പറയുമ്പോൾ അത് ഹിലാൽ എന്നുള്ളത് എന്താണ്? മുസക്കറായിട്ടുള്ള ഒരു വേർഡാണ്. ഓക്കെ, അപ്പൊ അൽ ഹിലാലു പ്രത്യക്ഷപ്പെടുക എന്നാണ് വരേണ്ടത്. അതായത് ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നു, പ്രത്യക്ഷപ്പെടുന്നു എന്നാണ് വരേണ്ടത്. അപ്പൊ എന്താണ്? അൽ ഹിലാലു യൽഹറു എന്നാണ് വരിക. അൽ ഹിലാലു യൽഹറു, ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നു. അൽ ഹിലാലു യൽഹറു. നെക്സ്റ്റ് അൽ ഇന. ഇന മഅന വെസൽ അല്ലെങ്കിൽ പാത്രം. പാത്രത്തിനാണ് ഇന എന്ന് പറയുക. ഹലോ ഹലോ, Yes, ma'am. എന്റെ വോയിസ് ഓഡിയബിൾ അല്ലേ? മിസ്സിന് പറ്റുന്നില്ല കേട്ടോ. Okay, ma'am. മിസ് അറിയിച്ചിട്ടുണ്ട്. മുർഷിദ് ഇപ്പൊ ജോയിൻ ചെയ്തത്.
അതെ മിസ്, ഞാൻ അറിയില്ലായിരുന്നു. ഞാനിപ്പൊ നോക്കുന്നത്. ഞാൻ വിചാരിച്ച 8 മണിക്കാണ്. എനിക്കും അതാ പറ്റിയ. ലിങ്കിൽ 8 മണിയായിരുന്നല്ലോ ഉണ്ടായിരുന്നെ. 8 ഞാൻ മണി മഗ്‌രിബിന്റെ മാറ്റി ഞാൻ മുമ്പ് നോക്കി. വോയിസ് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. മിസ്സും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കോൾ അത് അടിച്ചിരുന്നു. കണ്ടില്ല. മഗ്‌രിബിന്റെ മുമ്പ് നോക്കിപ്പോയി. പിന്നെ പണി കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ടൈം കഴിഞ്ഞു. കോൾ ചെയ്തത് കണ്ടിട്ടാണ് ഓടി വന്നത്. ഓക്കെ കോൾ ഇൻഷാല്ലാ. ചെയ്തു. കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരോ ഹംഷീൻ ആരോ ആണെന്ന് തോന്നുന്നു. ഓക്കെ ഇൻഷാല്ലാ. നമുക്ക് ലീവ് ചെയ്യാം അല്ലേ? ഓക്കെ. മിസ് വേറൊരു ദിവസം ക്ലാസ് എടുക്കും കേട്ടോ. ഇതുവരെ ക്ലാസ് ഇപ്പൊ എടുത്ത് സത്താർ സാറെ ക്ലാസ് ഉണ്ടാവാറില്ല മാം? ഏതാ? സത്താർ സാറെ ക്ലാസ് ഉണ്ടാവാറില്ലായിരുന്നോ? സത്താർ സാറിന് ഒഴിവ് കിട്ടുന്നില്ല. സാറിന്റെ ക്ലാസ് വരേണ്ടതാണ്. മന്ത്ലി ഒരു സെഷൻ എല്ലാ മാസം വരേണ്ടതാണ്. 15-ാം തീയതി പറഞ്ഞതായിരുന്നു. പക്ഷെങ്കിൽ സാറിന് ഒഴിവില്ല. അതുകൊണ്ടാണ് വേറെ സാറിനെ നമ്മൾ നോക്കുന്നുണ്ട്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ കിട്ടണം എന്നുള്ളത്. കാരണം ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആണല്ലോ അങ്ങനത്തെ ക്ലാസ്സുകൾ കിട്ടിക്കഴിഞ്ഞാല്. ഇൻഷാ അള്ളാ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.